ഹായ് എവരിവൺ. ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഡൈവേർജൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന അധികം പേരെയൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ വീൽ സ്ട്രാറ്റജി ഒരു നല്ലൊരു ട്രേഡിംഗ് മെത്തേഡാണ്. പക്ഷേ അത് മാത്രമല്ല ട്രേഡിങ്ങിലെ ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഗോൾഡും ഡോളറുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റു മാർക്കറ്റുകളുടെ ഡൈവേർജൻസും സ്പ്രെഡുകളും മറ്റും നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാം, ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ കുറച്ച് കാലം മുമ്പ് ഞാൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡ് ഉണ്ട്. ഇതിനൊരു സ്ട്രാറ്റജി എന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഗോൾഡിലായിരുന്നു ഞാനത് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴത്തെയും പോലെ ഗോൾഡിൻ്റെ പ്രൈസ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നതിന് പകരം ഒരു രണ്ടാമത്തെ പ്രൈസിനെയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഡോളറാണ്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ഡോളർ ചൂസ് ചെയ്തതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ലോകത്തിലെ ഗോൾഡിൻ്റെ പ്രൊഡക്ഷനിൽ മേജർ ഭാഗവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് ബാക്ക്ഡ് കറൻസിയാണ്. സോ ഗോൾഡിലെ മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ഓസ്ട്രേലിയൻ ഡോളറിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ഗോൾഡിനെയും വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഇത്രയും ഗോൾഡിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു കറൻസി ശരിക്കും ഇല്ല. ഈവൻ ദോ ഗോൾഡ് US ഡോളറിലാണ് നമ്മളെല്ലാവരും പ്രൈസ് ചെയ്യുന്നത്. നമ്മൾ XAU USD എന്നാണ് പറയുന്നത്, XAU AUD എന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ US ഡോളറിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത്, ഗോൾഡ് US ഡോളറിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗോൾഡിൻ്റെ വില വ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കറൻസി എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഡോളറാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ ഡോളറിനെ എങ്ങനെയാണ് ഒരു മേജർ ഇൻഡിക്കേറ്ററായി യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതൊരു പ്യുവർ സിസ്റ്റം ബേസ്ഡ് സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇതെന്ന് പറയുന്നത് ഗോൾഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രൈസിനെ നമ്മൾ ഗോൾഡോ മറ്റ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണുന്ന ചെറിയൊരു ഡൈവേർജൻസിനെ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നമ്മൾ മാർക്കറ്റിൻ്റെ ബിഹേവിയറും സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വരുവാണെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്നത് കറക്റ്റ് നല്ലൊരു ഡയറക്ഷണൽ ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇനി മുതൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. പക്ഷേ ഓസ്ട്രേലിയൻ ഡോളറിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ഡയറക്ഷനും ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ സ്ട്രെങ്ത്തിനെയും ഗോൾഡിൻ്റെ ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് അത്രക്കും നല്ലൊരു ഗോൾഡ് ബാക്ക്ഡ് കറൻസിയാണ്. സോ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഓസ്ട്രേലിയൻ ഡോളറിനെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗോൾഡിൻ്റെ പ്രൈസിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കറൻസിയാണ് ഓസ്ട്രേലിയൻ ഡോളർ. സോ നമുക്ക് ആദ്യം ഗോൾഡ് സെലക്ട് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ ഡോളറിനെ ആഡ് ചെയ്യാം, AUD USD. ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ഇൻഡെക്സ് എടുക്കേണ്ട ആവശ്യമില്ല. US പെയർഡ് ആണെങ്കിൽ വളരെ ക്ലിയർ ആയിരിക്കും മാർക്കറ്റ്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് തന്നെ ഒരു 15 മിനിറ്റിൽ മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ താഴെ കാണുന്നതാണ് ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ചാർട്ട്, മുകളിലുള്ളത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. നമ്മുടെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളറിൽ വരുന്ന മാറ്റങ്ങൾ ഗോൾഡിലും, ഗോൾഡിൽ വരുന്ന മാറ്റങ്ങൾ ഓസ്ട്രേലിയൻ ഡോളറിനെയും സിമിലർ ഡയറക്ഷനിൽ ഇമ്പാക്റ്റ് ചെയ്യും. സോ ഗോൾഡിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ഡോളറിന് ഡിമാൻഡ് കൂടും. ഓസ്ട്രേലിയൻ ഡോളറിന് ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഗോൾഡിൻ്റെ വാല്യൂ കുറയും. അതാണ് നമ്മുടെ തിയറി. സോ നമുക്ക് ആ തിയറി ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യമല്ല ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ട്രേഡ് എടുക്കാൻ നമുക്ക് എൻട്രി മോഡൽസ് ഒരുപാടുണ്ടാവും, അതിലേത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ എടുത്തേക്കുന്ന ഒരു ഡയറക്ഷണൽ ട്രേഡ്, ആ ഡയറക്ഷൻ നമുക്ക് എത്രത്തോളം ട്രസ്റ്റ്ഫുൾ ആണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളർ അതിന് വലിയൊരു സഹായകരമാകും. സോ അതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഗോൾഡിൻ്റെ
വാല്യൂ ഓസ്ട്രേലിയൻ ഡോളറിനെ എങ്ങനെയാണ് ഡ്രാഗ് ചെയ്തേക്കുന്നത് നോക്കാം. ഗോൾഡ് ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹയർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സെയിം ടൈമിൽ ലോവർ ലോ ആണ് ഓസ്ട്രേലിയൻ ഡോളർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ട്രേഡ് കൺഫർമേഷൻ അല്ല. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഗോൾഡ് ഈ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗോൾഡ് സ്ട്രോങ് ആണെന്ന് മനസ്സിലായി കമ്പയർഡ് ടു ഓസ്ട്രേലിയൻ ഡോളർ. സോ ഗോൾഡ് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റ് തന്നു. അതിനുശേഷം വീണ്ടും ഒരു ഹയർ ലോയും കൂടി ക്രിയേറ്റ് ചെയ്തു, ദെൻ ഗോൾഡ് റാലി ചെയ്തു. ഈ എൻ്റയർ ഗോൾഡിൻ്റെ ഈ ഒരു റാലീനെ പിന്തുടരായിരുന്നു ഓസ്ട്രേലിയൻ ഡോളർ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്തത്. ഓക്കെ, സോ നമുക്ക് എന്ത് മനസ്സിലായി? ഓസ്ട്രേലിയൻ ഡോളർ ഈ ഒരു ടൈമിൽ, ഈ ഒരു സമയത്ത്, അതായത് വെനസ്ഡേ 29 ഏപ്രിൽ ഒരു ഏകദേശം ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം 1:30 PM ഒക്കെ ആയ സമയത്ത് ഗോൾഡ് സംതിങ് ബുള്ളിഷ്നെസ് കാണിക്കാൻ തുടങ്ങി കമ്പയർഡ് ടു ഓസ്ട്രേലിയൻ ഡോളർ. അതുകൊണ്ട് ഗോൾഡിൻ്റെ മൊമെൻ്റാണ് ഓസ്ട്രേലിയൻ ഡോളറിനെ ബിയറിഷ് ആയിരുന്ന ഓസ്ട്രേലിയൻ ഡോളറിനെയും ബുള്ളിഷ് ആക്കിയത്. അതുവരെ നമുക്ക് ക്ലിയറായി. സോ അതിന് ശേഷം സംഭവിച്ചതാണ് നമുക്ക് ട്രേഡിന് ഹെൽപ്ഫുള്ളാകുന്നത്, ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്ഫുള്ളാകുന്നത്. സോ ഗോൾഡ് അതിന് ശേഷം ചെറിയൊരു സോണിലായിരുന്നു. ആ സോണിലായതിനു ശേഷം നമുക്ക് എന്ത് വന്നു? ഗോൾഡ് ഒരു ബിയറിഷ് മൊമെൻറ്റം തന്നു. നമുക്കിതൊരു ഫിബനാച്ചി ടൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ ഈ വന്നിട്ടുള്ള ഹോൾ റാലിനെ നമുക്കൊന്ന് ഫിബനാച്ചി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. 50% ബിലോ മാർക്കറ്റ് ഡിസ്കൗണ്ട് സോണിലോട്ട് മാർക്കറ്റ് വന്നു ഈ ഹോൾ റാലിയുടെ. സെയിം ടൈം ഗോൾഡ് കാരണം ബുള്ളിഷായിട്ടുള്ള ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ സെയിം ഏരിയനെ നമ്മൾ കാൽക്കുലേഷന് വേണ്ടി എടുക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ, ഇവിടെ മുതൽ ഈ ഏരിയ വരെ ഓസ്ട്രേലിയൻ ഡോളറിനെ ബുള്ളിഷിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നത് ഗോൾഡായിരുന്നു. അതിനുശേഷം ഗോൾഡ് സം കൈൻഡ് ഓഫ് റീടെസ്റ്റ് തന്നു, ഓർ റിട്രേസ്മെൻറ്റ് തന്നു, ഓർ കറക്ഷൻ തന്നു. സെയിം ടൈമിൽ ഓസ്ട്രേലിയൻ ഡോളർ കറക്ഷൻ തന്നില്ല. ഈ 50% ഒരു ഡിസ്കൗണ്ട് സോൺ വരെ വരേണ്ട ഓസ്ട്രേലിയൻ ഡോളർ കറക്ഷൻ തന്നില്ല. എന്ത് ചെയ്തു? അതിനു പകരം ഗോൾഡ് നേരത്തെ സ്റ്റെക്കായിരുന്ന അതേ സോണിൻ്റെ ആ ഒരു ഏരിയയിൽ ഓസ്ട്രേലിയൻ ഡോളർ എന്ത് ചെയ്തു? ഗോൾഡിനെ വീണ്ടും നെക്സ്റ്റ് 1 more റൗണ്ട് റാലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഗോൾഡിനെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. സോ നമുക്ക് ഹയർ ലോ നോക്കുന്ന സമയത്ത് മേ ബി ഇതൊരു ഗോൾഡ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നോക്കുമ്പം ഓസ്ട്രേലിയൻ ഡോളറും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ഡൈവേർജൻസ് നോക്കുന്ന സമയത്ത് ഓൾവേസ് ഹയർ ലോ നോക്കരുത്. അതിനാണ് ഫിബനാച്ചി യൂസ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങളിൽ. ഗോൾഡ് ഡിസ്കൗണ്ട് സോണിലോട്ട് വന്നതാണ്. എന്തിന്? ഈ റാലി കണ്ടിന്യൂ ചെയ്യാൻ. ഈ റാലി കണ്ടിന്യൂ ചെയ്യുന്ന നമ്മൾ ഈ ഒരു സീനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ മാർക്കറ്റ് ബുള്ളിഷാണ് ഈ ഒരു വേവ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി ഗോൾഡ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഗോൾഡ് ഈ ഒരു മൊത്തം റാലീൻ്റെ ഡിസ്കൗണ്ട് സോണിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഡിസ്കൗണ്ട് സോണിലുള്ള ഗോൾഡ് മുകളിലോട്ട് പോകുമെന്ന് പറയാൻ കാരണം എന്താ? ഓസ്ട്രേലിയൻ ഡോളർ നോവർ നിയർ ടു ദി ഡിസ്കൗണ്ട് സോൺ. സോ മാർക്കറ്റ് സ്റ്റിൽ ഡിമാൻഡ് ചെയ്യുന്നത് പ്രീമിയം പ്രൈസാണ്. ഗോൾഡിനോട് ഏറ്റവും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓസ്ട്രേലിയൻ ഡോളർ ഡിമാൻഡ് ചെയ്യുന്നത് പ്രീമിയം പ്രൈസിലേക്ക് ഒരു റാലിയും കൂടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ലോ ടൈം ഫ്രെയിം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഓർ ഈ ഒരു ഫസ്റ്റ് സ്വിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 50% ഓസ്ട്രേലിയൻ ഡോളർ മൂവ് ചെയ്യുന്ന സെയിം ഡയറക്ഷനിലോട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലാതെ ഓസ്ട്രേലിയൻ ഡോളർ ബുള്ളിഷ് ആണെന്ന് കരുതിയിട്ട് ബ്ലൈൻഡ്ലി ട്രേഡ് എടുക്കരുത്. ഈ താഴോട്ട് വരുമ്പോൾ ഇതൊക്കെ കുറഞ്ഞ വിലയാണെന്ന് കരുതി ട്രേഡ് എടുക്കരുത്. നമുക്ക് ആ സമയത്തൊക്കെ എന്ത് വേണം? പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വേണം. ഡിസ്കൗണ്ട് സോണിൽ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് വേണം. നോർമലി നമ്മൾ ചെയ്യുന്ന ICT ഓർ SMC കോൺസെപ്റ്റിലുള്ള എല്ലാ ചേരുവകളും നമ്മൾ ഫോളോ ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു ഡയറക്ഷണൽ ഇൻഡിക്കേറ്റർ ആയിട്ട് മാത്രം ഓസ്ട്രേലിയൻ ഡോളറിന് ഇതുപോലെ യൂസ് ചെയ്യാം. ഇതിന് പുറമെ എൻട്രി ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, അത് നമുക്ക് നോക്കാം. സോ ഈ ഒരു ഗോൾഡിൻ്റെ ഈ ഒരു മൊമെൻറ്റിനെ, ഈ ഒരു റാലീനെ പ്രയറായിട്ട് ഇമ്പാക്റ്റ് ചെയ്തത് ഓസ്ട്രേലിയൻ ഡോളറാണ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി.
ഗോൾഡ് ചോപ്പിയായിട്ട് ബിയറിഷ്നെസ് കാണിച്ച് താഴോട്ട് വരുമായിരുന്നു. ഏതുവരെ? ഈ ഒരു പ്രൈസ് ഏരിയ വരെ. സോ ഇവിടുന്ന് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മൊമെൻ്റ് തന്നത് ആരാണ്? ഓസ്ട്രേലിയൻ ഡോളർ. ഗോൾഡ് സ്റ്റിൽ ചോപ്പി ആയിട്ടുള്ള ഇങ്ങനെയായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയൻ ഡോളർ അവിടെ എന്ത് ചെയ്തു? ഓസ്ട്രേലിയൻ ഡോളർ നമുക്കൊരു സ്ട്രോങ് ബിയറിഷ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. സോറി, അവിടെയല്ല, ഇവിടെ. ഇത് കണ്ടില്ലേ? ഈ ഒരു സ്ട്രോങ് ബിയറിഷ് മൊമെൻറ്റ്. നമ്മൾ ഈ ഒരു സ്ട്രോങ് ബിയറിഷ് മൊമെൻറ്റ് കണ്ടെന്ന് കരുതിയിട്ട് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രേഡ് എടുക്കാൻ എന്ത് വേണം? നമുക്ക് ഒരുപാട് കൺഫർമേഷൻസ് വേണം. പക്ഷേ ഓസ്ട്രേലിയൻ ഡോളർ ഇത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ബിയറിഷ്നെസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും മുകളിലോട്ട്, അതായത് ഇത് വീക്ക് മൊമെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഗോൾഡ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ എന്ത് വരും? തിരിച്ച് ഈ ഒരു ബാലൻസ്ഡ് പ്രൈസ് ഏരിയയിലോട്ട് പെട്ടെന്ന് തന്നെ റിക്ലൈം ചെയ്ത് വരും. പക്ഷേ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തു ലോവർ ലെവലിൽ. ആ സസ്റ്റെയിൻ ചെയ്തതിൻ്റെ കൺഫർമേഷനാണ് ഗോൾഡിലുള്ള ഈ വീഴ്ച, ഈ ഫാൾ. സോ ഗോൾഡും ഓസ്ട്രേലിയൻ ഡോളറും ഒരുപോലെ താഴോട്ട് വീണു. ഇനിയാണ് നമ്മുടെ എൻട്രി വരുന്നത്. ഗോൾഡും ഓസ്ട്രേലിയൻ ഡോളറും ഒരുപോലെ താഴോട്ട് വീണു. ഇത്രയും കൺഫർമേഷന് ശേഷമേ നമ്മൾ എൻട്രി എടുക്കുന്നുള്ളൂ. അതാണ് ഇങ്ങനത്തെ ഒരു ഐറ്റത്തിൻ്റെ ഡയറക്ഷനും വേറൊരു ഐറ്റം മാത്രം നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. നമ്മളിതിലേക്ക് മറ്റ് ഐറ്റങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് മേ ബി ഇതിന് മുമ്പൊക്കെ എൻട്രീസ് കിട്ടിയിട്ടുണ്ടാവും. സോ ഈ ഫാള് നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലും കൂടി വന്നതോട് കൂടിയിട്ട് കൺഫേമായി അടുത്ത് നമ്മൾ ട്രേഡ് എടുക്കുക വിടുന്ന നമുക്ക് ഒബ്വിയസ്ലി ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, ഡൈവേർജൻസ് വേണം, ഈ വക കാര്യങ്ങളൊക്കെ വേണം. ഈ ഫാളിന് ശേഷം ഓസ്ട്രേലിയൻ ഡോളർ ക്രിയേറ്റ് ചെയ്തേക്കണ ഒരു ഹൈ ആണിത്, ഈ സെയിം ഹൈ. ഇവിടുന്ന് ഗോൾഡ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ലിക്വിഡിറ്റിനെ ചെറിയൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ചെറിയൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി സ്വീപ്പ് ഗോൾഡിൽ നടന്നു. പക്ഷേ ഓസ്ട്രേലിയൻ ഡോളറിൽ നടന്നോ? ഓസ്ട്രേലിയൻ ഡോളർ നമുക്കൊരു പ്യുവർ ഡൈവേർജൻസ് തന്നു. എവിടോട്ടാണ് തന്നത്? നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ ഓസ്ട്രേലിയൻ ഡോളർ ഏത് ഡയറക്ഷനിലേക്കാണോ ഓസ്ട്രേലിയൻ ഡോളർ നമുക്ക് 2 തവണ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിരിക്കുന്നത്, ആ സെയിം ഡയറക്ഷനിലേക്ക് ഓസ്ട്രേലിയൻ ഡോളർ വീണ്ടും വീക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗോൾഡിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പും താഴോട്ട് വീണ്ടും ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ട്രേഡ് വളരെ സിമ്പിളായിട്ട് എടുക്കാം. നമുക്കൊരു കോൺസെപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കൺഫർമേഷൻ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇതിന് ശേഷം ഓസ്ട്രേലിയൻ ഡോളർ പ്രയർലി വീക്കായിരുന്നല്ലോ, ഗോൾഡ് ആയിരുന്നല്ലോ ബുള്ളിഷ് ആയത്. സെയിം സിനാരിയോ ആണ് ഓസ്ട്രേലിയൻ ഡോളർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഓസ്ട്രേലിയൻ ഡോളർ എന്തുകൊണ്ടാണ് ഇത്രയും താഴോട്ട് വരാഞ്ഞത്? ഗോൾഡ് ഈ ഒരു ലോയുടെ ലിക്വിഡിറ്റി അറ്റാക്ക് ചെയ്തു. അതായത് ഈ ഒരു നേരത്തെ തന്ന ഈ ഒരു റാലിയുടെ ഫിബൊനാച്ചിയുടെ 100% ഗോൾഡ് താഴോട്ട് വന്നു. പക്ഷേ ഓസ്ട്രേലിയൻ ഡോളർ എന്തുകൊണ്ട് വന്നില്ല? അതാണ് നമുക്ക് അടുത്ത റാലിക്കുള്ള ഇൻഡിക്കേഷൻ. കാരണം ഈ ഒരു വേവിൻ്റെ ഡിസ്കൗണ്ട് സോണിൽ ഗോൾഡ് ഓൾറെഡി വന്നതാണ്. പക്ഷേ ആ സമയത്ത് ഈ ഒരു വേവിൻ്റെ ഡിസ്കൗണ്ട് സോണിലോട്ട് ആര് വന്നിട്ടില്ല? ഓസ്ട്രേലിയൻ ഡോളർ വന്നിട്ടില്ല. സോ ഓസ്ട്രേലിയൻ ഡോളർ ഈ ഒരു ഏരിയയിൽ വരുന്ന ഡിസ്കൗണ്ട് സോണിൽ പ്രൈസ് കറക്റ്റായിട്ടെത്തി. സോ ഓസ്ട്രേലിയൻ ഡോളർ ഡസൻ നീഡ് ടു ഗോ. പ്രൈസിന് മുകളിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളറിന് എന്ത് വേണ്ട? ഇത്രയും താഴോട്ടുള്ള ലിക്വിഡിറ്റി ആവശ്യമില്ല. സോ ഓസ്ട്രേലിയൻ ഡോളർ ഇവിടുന്ന് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. സെയിം ടൈം നമുക്ക് എന്ത് വന്നു? ഗോൾഡിലൊരു ഹയർ ലോ വന്നു. ഇവിടെ ഗോൾഡിലൊരു ഹയർ ലോ വന്നു. അത് എവിടുന്നു? പ്രയറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു
ലിക്വിഡിറ്റിയുടെ താഴെ, ഈ ഒരു ലോയിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി ഓർ സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്തതിന് ശേഷം ഗോൾഡ് ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബുള്ളിഷ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഓസ്ട്രേലിയൻ ഡോളർ നിലവിലിപ്പോൾ ഉള്ളത് എവിടെയാണ്? ഈ ഒരു ഡിസ്കൗണ്ട് സോണിൽ ഓർ ഈ ഒരു ഫിബൊനാച്ചി നോക്കുകയാണെങ്കിൽ 70-80% ലെവലിൽ താഴോട്ട് ഓസ്ട്രേലിയൻ ഡോളർ പോവാതെ എന്ത് തന്നു? ബുള്ളിഷ്നെസ് തന്നു. ഈ ഒരു വേവ് മൊത്തമായിട്ട് തന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് പറയാം. ഇതുപോലെയാണ് നമ്മൾ ഓസ്ട്രേലിയൻ ഡോളറിനെ ഗോൾഡിൻ്റെ ഡയറക്ഷണൽ കൺഫർമേഷനായിട്ട് യൂസ് ചെയ്യേണ്ടത്. സോ ഇനി ഇതിൽ എങ്ങനെയാണ് എൻട്രി മോഡലായിട്ട് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു എൻട്രി മോഡലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡോളർ ഇൻഡെക്സ് ആഡ് ചെയ്യണം. ഡോളർ ഇൻഡെക്സ് മുകളിൽ ആഡ് ചെയ്യാം. ഡോളർ ഇൻഡെക്സ് ഡയറക്റ്റ്ലി ആഡ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് എന്ത് ചെയ്യണം? ഇൻവേർട്ടഡ് പ്രൈസ് സ്കെയിലിലേക്ക് മാറ്റണം. ഇൻവേർട്ടഡ് പ്രൈസ് സ്കെയിലിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് US ഡോളർ ഇൻഡെക്സ് ആണ്. താഴെ കാണുന്നത് ഓസ്ട്രേലിയൻ ഡോളർ വേഴ്സസ് US ഡോളറാണ്. സോ US ഡോളറുമായിട്ട് ഓസ്ട്രേലിയൻ ഡോളർ എത്ര സ്ട്രോങ് ആണെന്നാണ് താഴെ കാണിക്കുന്നത്. മുകളിൽ കാണിക്കുന്നത് US ഡോളറിൻ്റെ മാത്രം ചാർട്ടാണ്. ഇതും നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡിങ്ങിന് ഓസ്ട്രേലിയൻ ഡോളർ എപ്പോഴാണ് സ്ട്രോങ് ആവണേ വീക്ക് ആവണമെന്ന് കാണാം. നേരത്തെ നമുക്ക് എന്ത് തന്നു? നേരത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് ഞാനിതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, നേരത്തെ ഈ ഒരു റാലിയിൽ ഗോൾഡായിരുന്നു ഓസ്ട്രേലിയൻ ഡോളറിനെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നമുക്ക് US ഡോളറും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ US ഡോളർ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഗോൾഡ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത സമയമായിരുന്നു. ഓക്കെ, ഈ US ഡോളറുമായിട്ട് ഓസ്ട്രേലിയൻ ഡോളർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ഡോളർ US ഡോളറിനെക്കാളും സ്ട്രോങ് ആണ്. ഓസ്ട്രേലിയൻ ഡോളർ ഹയർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി സെയിം ടൈമിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഗോൾഡിന് ആഡ് ചെയ്യാം. സോ ഈ താഴെ കാണുന്നതാണ് ഗോൾഡ്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന അസറ്റ് ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ മതി. അതാണ് നമ്മൾ ട്രേഡിങ്ങിന് ഏറ്റവും നല്ലത്. സോ ഇവിടെ US ഡോളർ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇൻവേർട്ടഡ് പ്രൈസ് സ്കെയിലാണ്, അത് മനസ്സിലാക്കണം. US ഡോളറിൻ്റെ ഇൻവേർട്ടഡ് പ്രൈസ് സ്കെയിലാണ് നമ്മൾ നോക്കുന്നത്. ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക്. ഇത് നമ്മൾ നോർമൽ പ്രൈസ് സ്കെയിലാണെങ്കിൽ എങ്ങനെ വരും? ഹയർ ഹൈ ആയിരിക്കും ഓസ്ട്രേലിയൻ ഡോളർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓസ്ട്രേലിയൻ ഡോളർ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതായത് ഓസ്ട്രേലിയൻ ഡോളറിന് വാല്യൂ കൂടി. പക്ഷേ ഈ വാല്യൂ കൂടുന്ന സമയത്ത് ആളുകളെല്ലാവരും നോർമലി എന്ത് ചെയ്യും? ഓസ്ട്രേലിയൻ ഡോളർ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മുകളിലോട്ട് വന്നു. സോ ഗോൾഡിന് ഒബ്വിയസ്ലി താഴോട്ട് പോകണം. അങ്ങനെയാണല്ലോ ശരിക്കും വേണ്ടത്. പക്ഷേ ഈ ഗോൾഡിലുള്ള ഈ ഡോളറിലുള്ള ഈ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഫേക്ക് മൂവ് ആണ്, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും ആര്? ഓസ്ട്രേലിയൻ ഡോളർ. സോ ഓസ്ട്രേലിയൻ ഡോളർ ഇവിടെ നമുക്ക് എന്ത് തന്നു? ഒരു ഹയർ ഹൈ തന്നു. ഗോൾഡ് ഓൾറെഡി നമുക്കൊരു ഹയർ ഹൈ ഇതിന് മുമ്പ് തന്നിട്ടുണ്ട്. ഗോൾഡ് ഓൾറെഡി ഇവിടെ ഒരു ഹയർ ഹൈ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്ഷൻ കൺഫർമേഷൻ ഇതിലധികം മറ്റെന്തെങ്കിലും വേണോ? കമ്പയർ ടു ഗോൾഡ് ഓസ്ട്രേലിയൻ ഡോളർ സ്ട്രോങ് ആയി. ഓസ്ട്രേലിയൻ ഡോളർ സ്ട്രോങ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡ് ഒബ്വിയസ്ലി സ്ട്രോങ് ആവും. ഗോൾഡ് ഓസ്ട്രേലിയൻ ഡോളർ സ്ട്രോങ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഏരിയയിൽ ഇവിടെ ഓസ്ട്രേലിയൻ ഡോളർ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഗോൾഡ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെയിം ഏരിയ. സോ ഓസ്ട്രേലിയൻ ഡോളർ US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ് ആണ്. US ഡോളർ ആയിട്ട് ഇൻവേർട്ടഡ് പ്രൈസ് സ്കെയിൽ നോക്കിയാൽ നമുക്ക് കുറേ കൂടി എളുപ്പമാവുള്ളൂ, അല്ലെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. സോ US ഡോളറിനെ ഇൻവേർട്ടഡ് പ്രൈസ് സ്കെയിൽ നോക്കുക, എന്നിട്ട് ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക് നോക്കുക. ഓക്കെ, സോ ഓസ്ട്രേലിയൻ ഡോളർ നമുക്ക് എന്ത് തന്നു? ഹയർ ഹൈ തന്നു.
ഗോൾഡ് ഹയർ ഹൈ തന്നു, US$ ഒരു ലോവർ ഹൈ തന്നു. സോ ഇത് രണ്ടെണ്ണം പോസിറ്റീവ് ആയിരിക്കേണ്ട, സെയിം ഡയറക്ഷനിലേക്ക് പോകേണ്ട രണ്ട് അസറ്റും സെയിം ഡയറക്ഷനിലേക്ക് നമുക്ക് ഡൈവേർജൻസ് തന്നു. ഗോൾഡ് ഡോളർ ഒരു ഫേക്ക് മൂവ് തന്നു, ഗോൾഡ് താഴോട്ടൊരു ഫേക്ക് ഔട്ടും തന്നു. അതിന് ശേഷം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മറ്റ് ട്രേഡിങ്ങിൻ്റെ ടൈം, സെഷൻ ഹൈസ് ആൻഡ് ലോസ്, ഇതിപ്പം ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏഷ്യയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ലോ ആണ് ഏഷ്യ ലോ. ടൈം ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ഈ ഡേ ഓപ്പൺ ചെയ്തു, ഏഷ്യ ലോ ക്രിയേറ്റ് ചെയ്തു. നോർമലി ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുമ്പോൾ ഏഷ്യ എല്ലാ ദിവസവും ഗോൾഡിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. സോ അങ്ങനെ എല്ലാം കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു റാലി ക്യാപ്ചർ ചെയ്യാം. ഇതുപോലെയാണ് നമ്മൾ ഓരോ സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും ഓസ്ട്രേലിയൻ ഡോളർ യൂസ് ചെയ്തിട്ട് ഗോൾഡിനെ ട്രേഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഗോൾഡിൽ ഒരു ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഈ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിൽ താഴോട്ട് 2 ഡിസ്പ്ലേസ്മെൻറ്റ് കൺഫർമേഷൻ കിട്ടി. അതിന് ശേഷം ഗോൾഡിൽ നമുക്ക് എന്ത് വന്നു, ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഓൾസോ വന്നു. ഈ ട്രേഡ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. സോ ആ ഏരിയയിലോട്ടൊന്ന് സൂം ചെയ്യാം. ആ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് ലാസ്റ്റ് സ്വിങ്. ഈ സ്വിങ്ങിൻ്റെ ഹൈ ആണ് ഗോൾഡ് എടുത്തേക്കണത്, ലിക്വിഡിറ്റി ടർട്ടിൽ സൂപ്പായിട്ട്. ഈ ഒരു സ്വിങ്ങിൻ്റെ, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആണ് ഗോൾഡ് എടുത്തേക്കുന്നത്. സെയിം ടൈമിൽ ഓസ്ട്രേലിയൻ ഡോളർ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. സോ പക്ഷേ സെയിം ടൈമിൽ ഡോളർ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഡോളർ എന്താണ് ചെയ്തേക്കുന്നത്, ഹയർ ഹൈസാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ലോവർ ഹൈയിലോട്ട് വന്നു. സോ ഈ ഗോൾഡ് ഡോളർ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഈ 2 ക്യാൻഡിൽസിലാണ്. ആ സെയിം ടൈമിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ക്യാൻഡിൽ ഓസ്ട്രേലിയൻ ഡോളറിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഒരു സിംഗിൾ ക്യാൻഡിൽ പോലും ഓസ്ട്രേലിയൻ ഡോളറിൽ എന്ത് ചെയ്തിട്ടില്ല, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഈ ഡിസ്പ്ലേസ്മെൻറ്റ്സ് എല്ലാം സെയിം കറക്റ്റ് ഡയറക്ഷനിലോട്ട് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഇൻറ്റൻഷൻ ഇപ്പോഴും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡിൽ ഈ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം എൻട്രി എടുക്കാം, താഴോട്ട് എൻട്രി എടുക്കാം. ഇതുപോലെ നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എല്ലാ ദിവസവും ഈ ഓസ്ട്രേലിയൻ ഡോളറും US$ മാത്രം യൂസ് ചെയ്തിട്ട് ഗോൾഡിൽ നല്ല അടിപൊളി ട്രേഡ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഇത് ഒരു എൻട്രി മോഡലല്ല, ട്രേഡ് സെറ്റപ്പ് അല്ല, ഒന്നുമല്ല. നമ്മൾ നോർമലി ട്രേഡ് എടുക്കുന്ന സെയിം ഐഡിയ, സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ട്രേഡ് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ ഡയറക്ഷനിലേക്കുള്ള പ്രൈസിൻ്റെ സ്ട്രെങ്ത്തും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തേർഡ് എലമെൻ്റ് എന്നുള്ള രീതിയിൽ ഓസ്ട്രേലിയൻ ഡോളറിനെയും കൂടെ എന്തിലേക്ക് ആഡ് ചെയ്യാം, നമ്മുടെ ട്രേഡ് സെറ്റപ്പിലേക്ക് മറ്റൊരു സ്ക്രീനിൽ ആഡ് ചെയ്ത് വെക്കുക. ഓസ്ട്രേലിയൻ ഡോളറിനെയും US$ കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എൻട്രീസ് കിട്ടും. ഞാനിതിന് ഓസ്ട്രേലിയൻ ഡോളർ അല്ല, ഓസ്ട്രേലിയൻ ഡോളറുമായിട്ട് ഡൈവേർജൻസ് നോക്കുമ്പം US$ അല്ല ശരിക്കും ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ യൂസ് ചെയ്യാറ് കനേഡിയൻ ഡോളറാണ്. CAD USD ആണ്, USD CAD യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടി ബെറ്റർ ആയിരിക്കും. USD CADും ഇൻവേർട്ടഡ് പ്രൈസ് സ്കെയിൽ ഇടണം. USD CAD എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USD CAD എന്ന് പറയുന്നത് ഒരു ക്രൂഡ് ഓയിൽ ബാക്ക്ഡ് കറൻസിയാണ്. സോ ഓയിൽ ബാക്ക്ഡ് കറൻസി CAD USD അല്ല, USD CAD ആണ് നോക്കാറ്. CAD USD നോക്കിയാലും മതി, പക്ഷേ CAD USDൻ്റെ ചാർട്ട് അത്രക്കും പെർഫെക്റ്റ് നമുക്ക് അവൈലബിൾ അല്ല. സോ USD CAD എടുക്കുക. അപ്പോൾ USD CAD മുകളിലോട്ട് പോയാലേ ഓസ്ട്രേലിയൻ ഡോളർ താഴോട്ട് പോകത്തുള്ളൂ. സോ അതും ഇൻവേർട്ടഡ് പ്രൈസ് സ്കെയിലിൽ ഇട്ട് കഴിഞ്ഞാൽ ഡോളർ ഇൻഡെക്സിന് പകരം USD CAD വേഴ്സസ് ഓസ്ട്രേലിയൻ ഡോളറുള്ള ഇൻവേർട്ടഡ് പ്രൈസ് സ്കെയിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈവേർജൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഡോളറിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതിലൂടെ നമ്മളെ നോർമൽ ട്രേഡ് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ ട്രേഡ് വേണ്ടത് ആ ഡയറക്ഷനിലേക്ക് എത്രത്തോളം
ഇൻ്റർ മാർക്കറ്റ് സപ്പോർട്ട് ഉണ്ട് നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ എടുത്തൊരു ട്രേഡ് നമ്മളെ നോർമൽ ചെറിയ ടാർഗറ്റിൻ്റെ ബിയോണ്ടായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് കിട്ടും. ട്രേഡ് എൻട്രി എടുക്കുക എന്നുള്ള പ്രോസസ്സാണ് എല്ലാവരും കൂടുതലും പ്ലാൻ ചെയ്യാറ്. പക്ഷെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എൻട്രീനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുന്ന എൻട്രി ഏറ്റവും എൻഡ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമുക്ക് നോളജ് വേണ്ടി, അതിനാണ് നമുക്ക് ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. കാരണം എൻട്രി എടുക്കാൻ എനിവൺ ക്യാൻ ടേക്ക് എ എൻട്രി, ഇറ്റ്സ് ജസ്റ്റ് ഒരു ബട്ടൺ പുഷ് ചെയ്താൽ മതി. പക്ഷേ അങ്ങനെയല്ല, ഈ എടുത്ത എൻട്രി കറക്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് ലെവൽ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള പാറ്റേൺസും കോൺസെപ്റ്റുകളും ഉണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം വൈകാതെ തന്നെ യൂട്യൂബിൽ ഓരോ വീഡിയോ സീരീസ് ആയിട്ട് തന്നെ ചെയ്യാം. ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ അധികം എൻ്റെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാറ്. സോ ഒരു നോർമൽ ബ്രേക്ക് ഔട്ട് ട്രേഡോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി എന്നുള്ള ലെവലിൽ ഉള്ള എൻട്രി മോഡൽസോ ട്രേഡ് മോഡൽസോ ആയിരിക്കില്ല എൻ്റെ ചാനലിൽ അധികം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിതുപോലെ ഇൻ്റർ മാർക്കറ്റ് മാക്രോ ഇക്കണോമിക്സും ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് പാറ്റേൺസ് മാത്രമേ ഈ ചാനലിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൈസ് ബിഹേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഇംബാലൻസ് ആണ്, ഓർഡർ ബ്ലോക്ക് ആണെന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ മറ്റു മാർക്കറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ പ്രൈസിനെ ഒരു സർട്ടൺ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു കൊടുക്കാനാണ് ആളുകൾക്ക് ഇൻഫർമേഷൻ ആവശ്യം. ഒരു പ്രൈസ് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, അതിൽ ഇൻബാലൻസ് ഉണ്ടെന്ന് ഏതൊരാൾക്കും, ഇംബാലൻസ് എന്താണെന്ന് അറിയുന്ന ഏതൊരാൾക്കും നോക്കിയാൽ മനസ്സിലാവും. അതല്ല യൂട്യൂബിൽ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ളത്. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റാവുന്ന അത്രയും ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് വീഡിയോസ് ഞാൻ ചെയ്യും. സോ ചാനൽ ഫോളോ ചെയ്യുക, വീഡിയോസ് വരുന്നത് കാണുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസാണ് എൻ്റെ വീഡിയോനെ കൂടുതലും ബൂസ്റ്റ് ചെയ്യുന്നത്. സോ മാക്സിമം കമൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ബെറ്ററായിട്ട് നല്ല വീഡിയോസ് തീർച്ചയായും ചെയ്യും.